അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സിൻ്റെ 20ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഖായിദകൾ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, അൽ ഖായിദത്തുൽ ഖാമിസ, 5ാമത്തെ ഒരു ഖായിദ, അടിസ്ഥാന തത്വം, നിയമം, അസ്സിഫാത്തു സുബൂത്തിയ്യ തൻഖസിമു ഇലാ ഖിസ്മൈൻ. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ച സിഫത്തുകളെ 2 തരത്തിലുള്ളതായി നമുക്ക് കാണാൻ കഴിയും. 2 ഖിസ്മുകളാണ്, ഒന്ന് ദാത്തിയ, മറ്റൊന്ന് ഫിഅലിയ. ഫദ്ദാത്തിയത്തു, എന്താണ് ദാത്തിയ എന്ന് പറഞ്ഞാൽ? ഹിയല്ലത്തി ലം യസൽ വലാ യസാലു മുത്തസിഫൻ ബിഹ. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കൂടെ മുമ്പേയുള്ളതും ഇപ്പോഴുള്ളതും സദാസമയത്തുമുള്ള സിഫത്തുകളാണ്. കൽ ഇൽമി വൽ ഖുദ്റ, അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ സമഅ, കേൾവി, ബസർ, കാഴ്ച, ഇസ്സത്ത്, ഹിക്മത്ത്, പ്രതാപം, യുക്തി, ഉലുവ്, ഔന്നിത്യം, അളമത്ത്, മഹത്വം തുടങ്ങിയ എല്ലാ വിശേഷണങ്ങളും. വമിൻഹ സിഫാത്തുൽ ഖബരിയ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഖബരിയായ സിഫത്തുകൾ മറ്റൊന്നുണ്ട്. അതായത് പ്രമാണങ്ങളിലൂടെ വന്നതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കുന്ന, ബുദ്ധിപരമായി നമുക്ക് സമർത്ഥിക്കാൻ, സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത വിശേഷണങ്ങൾ. കൽ വജ്ഹി വൽ യദൈനി വൽ ഐനൈൻ, അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ 2 കരങ്ങളും, ഇതൊക്കെ പ്രമാണങ്ങളിലൂടെ വന്നതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, പ്രമാണത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്ന, ബുദ്ധിയും യുക്തിയും പറഞ്ഞു പോകുന്ന ആളുകൾക്കതിനെ ദുർവ്യാഖ്യാനിക്കേണ്ട അവസ്ഥയുള്ള വിശേഷണങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 തരത്തിലുള്ള സിഫത്തുകളുണ്ട്, ദാത്തിയ അതേപോലെ ഫിഅലിയ. വസുമ്മിയത്ത് ദാത്തിയ ലിലുസൂമിഹ ലിദ്ദാത്ത്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ദാത്തിയ എന്ന് അത്തരം സിഫത്തുകളെ പറ്റി പറഞ്ഞത്. ആ ദാത്തിയായ സിഫത്തുകളിൽ തന്നെ സുമ്മ ഖസ്സമൂഹ ഇലാ മഅനവിയ്യ വ ഖബരിയ, പണ്ഡിതന്മാർ 2 രീതിയിൽ അതിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 വിഭാഗങ്ങൾ? മഅനവിയ വ ഖബരിയ. ഫമാ കാന നളീറു മുസമ്മാഹു അബ്ആദൻ ലനാ സമ്മൗഹു ഖബരിയ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്കുള്ളതുപോലെ അതിന് സമാനമായി, അല്ലെങ്കിൽ അതിൻ്റെ അതേ പേരിൽ തന്നെ നമുക്കുള്ള, നമ്മുടെ അവയവങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ വന്നിട്ടുള്ള സിഫത്തുകളാണ്. ഒരിക്കലും നമുക്കുള്ളതുപോലെയാണ് അള്ളാഹുവിൻ്റേത് എന്നോ അള്ളാഹുവിനുള്ളതുപോലെയാണ് നമ്മളുടേത് എന്നോ ഉള്ള തംസീൽ ഇല്ല. എന്നാൽ തന്നെ വജ്ഹ്, യദ് പോലെയുള്ള നമ്മുടെ അവയവങ്ങളും നമ്മുടെ വിശേഷണങ്ങളും ഒക്കെയായി നമ്മൾ പ്രയോഗിക്കാറുള്ള പദങ്ങൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ കൂട്ടത്തിലും വന്നത്. വമാ കാന ദാല്ലൻ അലാ മഅനൻ സമ്മൗഹു മഅനവിയ. എന്നാൽ അത്തരത്തിലുള്ളതല്ലാത്ത മറ്റ് വിശേഷണങ്ങൾ, അതിന് മഅനവിയ എന്ന് പറയും, അഥവാ ആശയപരമായിട്ടുള്ളത്. ഫസ്സംഉ മസലൻ സിഫത്തുൻ ദാത്തിയ മഅനവിയ വൽ യദു സിഫത്തുൻ ദാത്തിയ ഖബരിയ. കേൾവി എന്നത്, കേൾക്കുക എന്ന സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെയുള്ള എപ്പോഴുമുള്ള സിഫത്താണ്, അത് മഅനവിയായ സിഫത്താണ്. എന്നാൽ യദ് എന്നതോ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ സദാസമയത്തുമുള്ള സിഫത്ത് തന്നെയാണ്, പക്ഷേ സിഫത്തുൻ ദാത്തിയത്തുൻ ഖബരിയ, അതിനെ ഖബരിയായ സിഫത്ത് എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇവിടെ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. ഖദ് യഖൂലു ഖാഇൽ, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കും, ഹാദ തഖ്സീമു ലി അഹ്ലിൽ ഇൽമി ലം യരിദ് ബിഹി നസ്സുൻ. പണ്ഡിതന്മാർ ഇങ്ങനെ വേർതിരിക്കുന്നതിന്, അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ ദാത്തിയയുണ്ട്, ഫിഅലിയയുണ്ട്, ദാത്തിയ തന്നെ
മഅനവിയയുണ്ട്, ഖബരിയയുണ്ട് എന്നൊക്കെയുള്ള ഈ വേർതിരിവിന് എന്താണ് പ്രമാണം? പ്രമാണങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. ഫമാ ബാലുന നുഖസ്സിമു ഹാദ തഖ്സീം. പിന്നെ എങ്ങനെ നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വിഭജിക്കാൻ, വർഗീകരിക്കാൻ സാധിക്കും? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അതിന് നൽകുന്ന വിശദീകരണം, വഹാദ ഇറാദുൻ ഖവിയ്യുൻ ജിദ്ദ. അത് വളരെ ശക്തമായ ഒരു ചോദ്യമാണ്. വയുജാബു അൻഹു ബി അൻ യുഖാൽ. അതിന് മറുപടി പറയാൻ പറ്റുക ഇങ്ങനെയാണ് മറുപടി പറയാം. ലമ്മാ വഖഅൽ ഖിലാഫു ബൈന അഹ്ലിൽ കലാമി ബൈന മാ യുസ്ബിതൂനഹു മിന അസ്സിഫാത്ത് വബൈന മാ ലാ യുസ്ബിതൂനഹു ഇഹ്താജ അഹ്ലുസ്സുന്ന അൽമുത്തബിഊന ലിസ്സലഫ് അൻ യുഖസ്സിമു ഹാദ തഖ്സീം മിൻ അജ്ലി തഹ്ഖീഖിൽ മനാത്ത് വമാ യരിദു ഫീഹി മിനൽ ഖിലാഫി വമാ ലാ യരിദ്. ഇത് സ്വാഭാവികമായും വന്നുചേർന്ന ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ വിശദീകരണത്തിൻ്റെ ഭാഗമായി വരുന്ന വർഗീകരണമാണ്. അഥവാ ലമ്മാ വഖഅൽ ഖിലാഫു ബൈന അഹ്ലിൽ കലാമി, അഹ്ലുൽ കലാമിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ, ബൈനമാ യുസ്ബിതൂനഹു മിന സിഫാത്ത് വബൈനമാ ലാ യുസ്ബിതൂനഹു, അള്ളാഹുവിനുണ്ട് എന്ന് അവരും അംഗീകരിക്കുന്ന സിഫത്തുകളെ പറ്റിയും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന സിഫത്തുകളെ പറ്റിയുമൊക്കെ ഉള്ള ചർച്ചകൾ വരുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്താജ അഹ്ലുസുന്ന അൽ മുത്തബിഊന ലിസ്സലഫ്, സലഫുസ്സാലിഹീങ്ങളെ പിൻപറ്റുന്ന യഥാർത്ഥ മൻഹജിലുള്ള അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി വന്നു, ആവശ്യമായി വന്നു അൻ യുഖസ്സിമു ഹാദ തഖ്സീം, ഇത്തരത്തിലുള്ള വിഭജനം, വർഗീകരണം ആവശ്യമായി വന്നു. കാരണം മിൻ അജ്ലി തഹ്ഖീഖിൽ മനാത്ത്, ആ വിഷയത്തിൻ്റെ ഒരു സ്ഥിരീകരണം, അത് ഹക്കും ബാത്തിലും വേർതിരിച്ച് ആളുകളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആവശ്യമായി വന്നപ്പോൾ, വമാ യരിദു ഫീഹി മിനൽ ഖിലാഫ്, ആ വിഷയത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ നേരിടാനും അതിൻ്റെ സത്യാവസ്ഥ വിശദീകരിക്കുവാനുമൊക്കെ, വമാ ലാ യരിദ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാത്തതും ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അങ്ങനെ വേർതിരിച്ചതാണ്. സുമ്മ ഹും യഖൂലൂൻ ഇദാ കാനത്തി സിഫത്തു ലാസിമത്തൻ ലാ തൻഫക്കു അനില്ലാഹി അസ്സ വജല്ല ഫഹിയ സിഫത്തുൻ ദാത്തിയ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ സദാസമയവുമുള്ള, ഒരിക്കലും വേറിട്ട് നിൽക്കാത്ത സിഫത്തുകൾക്കാണ് ദാത്തിയായ സിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹയാത്ത്, ഇൽമു, ഖുദ്റത്ത്, സംഅ്, ബസർ പോലെയുള്ള വിശേഷണങ്ങൾ. എന്നാൽ ഫഹാദിഹി കുല്ലുഹ സിഫാത്തുൻ ദാത്തിയ വസുമ്മിയത്ത് ദാത്തിയ നേരത്തെ നമ്മൾ പറഞ്ഞു. അതാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ദാത്തിയായ സിഫത്തുകൾ രണ്ട് വിഭാഗമായി വീണ്ടും വേർതിരിച്ചതിനെ പറ്റി പറഞ്ഞു. മഅനവിയ, ഖബരിയ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഉള്ള അവയവങ്ങളുടെ, നമ്മുടെ ഭാഗമായി നമ്മൾ പറയുന്ന അതേ പദങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളായിട്ട് വന്നിട്ടുള്ളത്. ഏതുപോലെ യദ്, വജ്ഹ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതിനെ ലാ യഖൂലൂന സിഫത്തുൻ മഅനവിയ, മഅനവിയായ സിഫത്ത് എന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ പറയുകയില്ല. കാരണം ലിഅന്നഹും ലൗ ഖാലു മഅനവിയ, അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ വജ്ഹ്, ഇതൊക്കെ മഅനവിയായ ഒരു സിഫത്താണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആദു ഇല തഅവീലിൽ അശ്അരിയത്തി വശുബ്ഹിഹിം അശ്അരിയാക്കളുടേതും അവരെ പോലെയുള്ള ആളുകളുടേതും ആയിട്ടുള്ള ദുർവ്യാഖ്യാനത്തിലേക്ക് ഇവരും പോകുന്ന അവസ്ഥ വരും. വജ്ഹ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ് എന്നൊക്കെയുള്ള ആ വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ സിഫത്തിനെ പ്രമാണവിരുദ്ധമായി ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഗീകരണമാണ്. വല്ലദീ ജഅലഹും ലാ യഖൂലൂന ബഅദിയ്യ, എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ്റേതുപോലെ ജുസ്ഇയ്യ അല്ലെങ്കിൽ ബഅദിയ്യ എന്ന് പറഞ്ഞുകൂടാ? കമാ നഖൂൽ യദുന ബഅ്ളും മിന്ന ഔ ജുസ്ഉം മിന്ന, നമ്മുടെ കൈ
നമ്മുടെ മുഖം, നമ്മുടെ കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ഒരു അവയവമാണ് എന്ന രീതിയിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി പറയുന്നില്ല? ഖാലൂ ലിഅന്നനാ ലാ യജൂസു ലനാ അൻ നുത്ലിഖ കലിമത ബഅദ് ഔ ജുസ് അലല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം അവയവങ്ങളെന്നോ അള്ളാഹുവിൻ്റെ ഭാഗം എന്നോ പറയാൻ പാടില്ല. ഫതഹാശൗ ഹാദാ ബിഖൗലിഹിം സിഫാത്തുൻ ദാതിയ ഖബരിയ. അതിൽ നിന്ന് അകലം പാലിക്കാൻ മനുഷ്യരുടേതുപോലെയായ ഒരു വ്യാഖ്യാനവും വിശദീകരണവും നൽകാതെ അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗമാണ്, ജുസ് ആണ് അവൻ്റെ ഈ സിഫത്തുകളെന്ന് പറയാൻ അവർ വിസമ്മതിക്കുന്നത് കൊണ്ട് പറഞ്ഞ ഒരു രീതിയാണ് എന്ത്? അള്ളാഹുവിൻ്റെ ദാത്തിയായ ഖബരിയായ സിഫത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു സൂക്ഷ്മതയുടെയും ശ്രദ്ധയുടെയും ഭാഗമാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു വഖാലു ഖബരിയ എന്ന് പറഞ്ഞതിൽ അന്നഹ മുത്തലഖ മിനൽ ഖബർ, പ്രമാണങ്ങളിൽ നിന്ന് കിട്ടിയതാണത്. ഫഇന്ന ഉഖൂലനാ ലാ തദുല്ലുനാ അലാ അന്ന ലില്ലാഹി തആല യദ, അതല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ സമർത്ഥിക്കാൻ, സ്ഥിരീകരിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് ആ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും സിഫത്തുകളുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നതാണ്. മറ്റൊന്ന് ഫിഅലിയ എന്നതാണ് നമ്മൾ പറഞ്ഞത്. ദാത്തിയായ സിഫത്തുകളുണ്ട്, ഫിഅലിയായ സിഫത്തുകളുണ്ട്. ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി തതഅല്ലഖു ബിമശീഅത്തിഹി, അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിഫത്തുകളാണ്. ഇൻഷാ ഫഅലഹ, അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് ചെയ്യും. വ ഇൻഷാ അലം യഫ്അൽഹ, അള്ളാഹ് വേണ്ടാന്ന് വെച്ചാൽ അത് ചെയ്യില്ല. ഏതുപോലെ കൽ ഇസ്തിവാഇ അലൽ അർഷ്, കൽ ഇസ്തിവാഇ അലൽ അർഷ് വൻ നുസൂൽ ഇലസ് സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരൽ, അള്ളാഹു സിംഹാസനാരോഹിതനാകൽ, ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന സംഗതിയാണ്. വഖദ് തകൂനു സിഫത്തു ദാതിയത്തൻ ഫിഅലിയത്തൻ ബിഇതിബാറൈൻ, അതായത് ദാത്തിയായ സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരവസ്ഥയില്ല, സദാസമയവും അള്ളാഹുവിൻ്റെ സിഫത്തായി കൂടെയുള്ളതാണ്. ഫിഅലിയായ സിഫത്ത് അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന സിഫത്തുകളാണ്. എന്നാൽ ചില സിഫത്തുകൾ ദാത്തിയാണ്, അതേപോലെ തന്നെ ഫിഅലിയുമാണ്. ബിഇതിബാറൈൻ, രണ്ട് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ. വഖദ് തകൂനു സിഫത്തു ദാത്തിയത്തൻ ഫിഅലിയത്തൻ ബിഇതിബാറൈൻ. കൽ കലാം, ഉദാഹരണത്തിന് സംസാരിക്കുക എന്ന കഴിവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്ത്. ഫഇന്നഹു ബിഇതിബാരി അസ്ലിഹി സിഫത്തുൻ ദാത്തിയ, അതിൻ്റെ അസ്ല് നോക്കുമ്പോൾ, അടിസ്ഥാനം നോക്കുമ്പോൾ അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയാതിരുന്നതിന് ശേഷം പിന്നീടുണ്ടായ ഒരു വിശേഷണമല്ല. സദാസമയത്തും മുമ്പേ അവന് കഴിവുള്ളതാണ്, സംസാരിക്കാൻ കഴിവുള്ള, സംസാരിക്കുന്നവനാണ് എന്നുള്ള വിശേഷണം. ലിഅന്ന അല്ലാഹ തആല ലം യസൽ വലാ യസാലു മുതകല്ലിമ, മുമ്പേ അവൻ സംസാരിക്കുന്നവനാണ്, എപ്പോഴും അവൻ സംസാരിക്കുന്നവനാണ്. എന്നാൽ വബിഇതിബാരി ആഹാദിൽ കലാം സിഫത്തുൻ ഫിഅലിയ, അവൻ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചു വേറെ വേറെ നോക്കുകയാണെങ്കിലോ ആ സംസാരം, അവൻ സംസാരിച്ചത് ഫിഅലിയായ സിഫത്താണ്, അവൻ ഉദ്ദേശിച്ചപ്പോൾ ചെയ്തതാണ്. ലിഅന്നൽ കലാമ യതഅല്ലഖു ബിമശീഅത്തിഹി, അവൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടാണ്, അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും. യതകല്ലമു മത്താ ശാഅ ബിമാ ശാഅ, അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കും. ഏതുപോലെ അള്ളാഹു തന്നെ പറഞ്ഞു ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയക്കൂൻ, എന്തെങ്കിലും ഉണ്ടാകണം എന്നവൻ ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്നവൻ പറയുമ്പോൾ അതുണ്ടാകും. അപ്പോൾ വകുല്ലു സിഫത്തിൻ തഅല്ലഖത് ബിമശീഅത്തിഹി തആല ഫഇന്നഹ താബിഅത്തുൻ ലിഹിക്മതി, അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ആ സിഫത്തുകളൊക്കെ അതിൻ്റേതായ യുക്തിയെ അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു സ്വർഗത്തിലെ ആളുകളോട് സംസാരിക്കും, അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസാരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചു.
അങ്ങനെ ഓരോ സംസാരങ്ങളും അതിൻ്റെ ആഹാദുകളെ ഓരോന്നിനെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്? സിഫത്തുൻ ഫിഅലിയയാണ്. എന്നാൽ സംസാരം എന്ന വിശേഷണം അവൻ്റെ ഓടൊപ്പം സദാസമയത്തുമുള്ള അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തായതുകൊണ്ട് സിഫത്തുൻ ദാത്തിയ എന്നും പറയും. ഹാദാ വല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.